നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു അതിഥിയുണ്ട്. അദ്ദേഹം കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡൽഹിയിൽ ഒരു റേഷൻ കട കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇല്ലേട്ടോ, ആദ്യമായിട്ടാണ് ഡൽഹിയിൽ ഒരു റേഷൻ കട കാണുകയാണ്. എന്താണ് നമ്മളും ഡൽഹിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നും, നമ്മളിവിടെ വിതരണം ചെയ്യുന്നതിനേക്കാൾ എന്ത് മെച്ചം തലസ്ഥാനത്തുണ്ടെന്നും അറിയുക എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് ഒത്തിരി ഇങ്ങനെ ഈ ക്വാളിറ്റി, പിന്നെ നമ്മുടെ റേഷൻ കടകളുടെ ഒരു അടിസ്ഥാന സൗകര്യം അതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിപ്പോ ഡൽഹിയിലെ ഏറ്റവും ഹൃദയഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏത് പാർലമെന്റിന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു റേഷൻ കടയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും അങ്ങ് ഒരു റേഷൻ കട കാണുന്നത്. വൺ റേഷൻ വൺ കാർഡ് എന്ന പുതിയ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ രാജ്യമൊട്ടാകെയുള്ള റേഷൻ ഷോപ്പുകൾ നവീകരിക്കുകയും രാജ്യമൊട്ടാകെയുള്ള ജനങ്ങൾക്ക് ഒരേപോലത്തെ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പൊതുവിൽ വരുന്ന വാർത്ത. ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് റേഷൻ കിറ്റ് വാങ്ങിച്ചിരുന്നു. ഇപ്പോഴും വീട്ടിൽ റേഷൻ തന്നെയാണോ വാങ്ങിക്കുന്നത്? കേരളത്തിൽ 100% ജനങ്ങൾക്ക് റേഷൻ കടയിലൂടെ പരിമിതമാണെങ്കിലും കൂടുതലാണെങ്കിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഓക്കെ, നമുക്ക് റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. ഈ റേഷൻ കട വളരെ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെയൊക്കെ ഒരു സൈസൊക്കെ ഉള്ളതാണ്. നമസ്തേ ജി, അന്തർ ദേഖ് സക്തേ ഹൈ ക്വാളിറ്റി. ഇത് മൊത്തത്തിൽ കേന്ദ്രം ഒരേ അരിയല്ലേ എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ? അത് അങ്ങനെയാണ് കൊടുക്കുന്നത് പറയുന്നത്. ഗോതമ്പ് വീറ്റ് ചാവൽ this two type only, right? Two type. ഇത് one type, only one type. നമ്മുടെ അവിടുത്തെ റേഷൻ three type 3 തരത്തിലുള്ള CMR നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ചമ്പാവരി, പിന്നെ നമ്മളെ മട്ട മലയാളികൾ കൂടുതൽ കഴിക്കുന്ന പച്ചരി, അതുകൂടാതെ ചാക്കരി എന്ന് പറഞ്ഞാൽ വെള്ളയരി, ബോയിൽഡ് റൈസ്. 3 ടൈപ്പ് അരിയും ഒരു നിലയിലുള്ള ഗോതമ്പുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കേരളത്തില് ഈ ഭാരതരി വരുന്നതോടുകൂടി നമ്മുടെ ഈ സാധാരണ ഈ അരി നൽകുന്നത് സബ്സിഡൈസ്ഡ് അരി അത് ഒരു സംസ്ഥാനത്തിന് ഭാരതരി വരുന്നത് 29 രൂപ നിരക്കിലാണ് 1 കിലോയ്ക്ക്. ഭാരതരി 10 കിലോ ഒരു കുടുംബത്തിന് കൊടുക്കുന്നതാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. നമ്മളവിടെ 23 രൂപയ്ക്കും 24 രൂപയ്ക്കും 25 രൂപയ്ക്കും 3 വിലയിൽ 25 രൂപയ്ക്ക് താഴെ നമ്മൾ ഒരു കുടുംബത്തിന് 10 കിലോ സപ്ലൈകോ വഴി കൊടുക്കുന്നുണ്ട്. നിലവിൽ കൊടുക്കുന്നു. വർഷങ്ങളായി കൊടുക്കുന്നു. അപ്പോൾ ഭാരത അരി എന്ന് പറയുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ വില കൂടിയ റേറ്റിന് മറ്റ് സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ട് വില കുറച്ചാണ് സബ്സിഡൈസ് റേറ്റിലാണ് കേരളത്തിൽ 10 കിലോ കൊടുക്കുന്നത്. തൃശ്ശൂരാണ് സർക്കാർ കേന്ദ്രം കൊടുക്കാൻ വേണ്ടി തൃശ്ശൂർ എടുക്കുക 200 സ്ഥലത്ത് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അല്ലെ, തൃശ്ശൂര് മാത്രം ഇന്നലെ തുടങ്ങി. തൃശ്ശൂർ എടുക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ അത് വില കുറച്ച് അരി കൊടുക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിലും ഒരു പൊതുവെ ഈ ഫണ്ടിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഈ വിതരണത്തിന് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ പൊതുവിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അത് നമുക്ക് സബ്സിഡി സാധനങ്ങളാണെങ്കിലും സബ്സിഡി കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പണത്തിന്റെ കുറവ് നമ്മളെ മുന്നിൽ പ്രയാസപ്പെടുന്നുണ്ട്. എങ്കിലും കേരളത്തിൽ മാർക്കറ്റ് ഇന്റർവെൻഷൻ ഭംഗിയായി നടത്തണമെന്ന് തന്നെയാണ് ഗവൺമെന്റ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊക്കെ ഈ സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്നൊക്കെ പറയാം. അതെ, അത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് മാറും, വളരെ പെട്ടെന്ന് മാറും. എന്തായാലും ഇതൊരു പുതിയ അനുഭവമാണ്. പൊതുവിൽ താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട ക്വാളിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഈ ഏറ്റവും നല്ല ക്വാളിറ്റി അരിയും നല്ല ക്വാളിറ്റിയിലുള്ള ഗോതമ്പുമാണ് നമ്മൾ കേരളത്തിൽ വിതരണം. കുട്ടിക്കാലത്തൊക്കെ മറ്റേ റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത്രയും കാലം ഇങ്ങോട്ടായെങ്കിലും ഞാൻ ഈ റേഷനിൽ നിന്ന് മാറ്റി ഇപ്പോഴും ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. എന്തെങ്കിലും തിരിച്ചു പോകുമ്പോഴത്തേക്കും അല്ല, അത് കേരളത്തിലെ റേഷൻ കാർഡിൽ 43% മാത്രമേ സബ്സിഡൈസ്ഡ് റേറ്റിലുള്ള ഫ്രീ ആയിട്ടുള്ള അരി ഉള്ളൂ, അരിയും ഗോതമ്പുള്ളൂ. ഈ FC വാങ്ങി
ഈ കൊടുക്കുക എന്നുള്ളൊരു പ്രക്രിയ ഉണ്ട്. അതിപ്പോൾ ഈ കേന്ദ്രത്തിന്റെ പുതിയ നയം കാരണം അതാണ് നമ്മളെ മുന്നിലുള്ള ഇപ്പോഴത്തെ വെല്ലുവിളിയിൽ ഒരു കാര്യം. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ആശങ്ക വേണ്ട. അല്ലല്ല, ആശങ്ക വേണ്ട. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അത് തരണം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തും, ഉറപ്പാണ്. അതിനനുസരിച്ച് എന്താണ് മാർഗം അതിനൊരു പ്ലാൻ ബി ഉണ്ട്. ഉണ്ട്. ഏതായാലും വളരെയധികം നന്ദി ഞങ്ങളോട് ഇത്രയും സംസാരിച്ചതിന്. ഈ റേഷൻ കടയിൽ ഇത് ഒരു വലിയ അനുഭവമാണ്. കാരണം ഞാനും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈ ഡൽഹിയിൽ ഇത്രയും ഒരു 10-15 വർഷത്തിലധികമായി ഇവിടെ മാധ്യമപ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഇതുവരെ ഒരു റേഷൻ കടയിൽ വരാൻ വേണ്ടി കഴിഞ്ഞില്ല. രാജ്യ തലസ്ഥാനത്തെ റേഷൻ കട എന്താണ് സൗകര്യങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നത് എന്ന് കാണാനും അറിയാനുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെയധികം നന്ദി. ശരി.